നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ചെറുപുഴ പാലത്തിന് താഴെയാണ് കേട്ടോ. ഈ പുഴ വറ്റി വരണ്ട് കിടക്കുകയാണ്. അത് നിൽക്കുന്ന കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒരു വീട്ടിൽ വെച്ചു. എന്താ ഫുള്ള് വറ്റി വരണ്ട് പോയി, ഒരു തുള്ളി വെള്ളമില്ല. മുകളിൽ കുറച്ച് വെള്ളമുണ്ട്, പിന്നെ താഴെയുണ്ട് കുറച്ച് വെള്ളം. കാഴ്ച നാളെ കുറച്ച് മുകളിൽ കുറച്ച് വെള്ളം കാണാം. ഇവിടെ മാത്രം കുറച്ച് വെള്ളമുണ്ട്, ഈ കാണുന്ന സ്ഥലത്ത് മാത്രം. ബാക്കി മൊത്തം പറ്റി വരണ്ട് പോയി. കുറേ ദൂരത്തേക്ക് വെള്ളമില്ല. അപ്പം ആ മുകളിൽ കാണുന്ന ചെറുപുഴ പാലാണ്. എൻ്റെ താഴെ കാണുന്നൊരു കായുണ്ട്, ആ കായായി കാണുന്നു. ഈ കായത്തിലെ വെള്ളം 3/4 ഭാഗം പറ്റിക്കഴിഞ്ഞു. മണൽത്തിട്ടയും പാറക്കല്ലുകളും കാണാം കിടക്കും. നമുക്ക് ഈ പുഴയിലെ വെള്ളം ഇങ്ങനെ പറ്റാൻ കാരണത്തിന് അത് പറഞ്ഞാലാണ് നമുക്കൊരു ഒരാളുണ്ട് ഇടാം. ഒരു ആടിനെ വയ്ക്കാൻ വേണ്ടി ഏട്ടൻ വന്നിട്ടുണ്ട്. ആ ഏട്ടനെ ചോദിച്ചു നോക്കാം നമുക്ക്. ആ പേരെന്താ? ഇതൊരു ശശി. ഞാനിവിടെ തന്നെ താമസം. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുഴ ഇങ്ങനെ വറ്റിയതായിട്ട് കാണുന്നത്. ഞാനിവിടെ തന്നെ താമസമുള്ളത് കുറേ വർഷങ്ങളായിട്ട് ഞാനിവിടെ തന്നെ താമസം. പക്ഷേ ഇതുവരെ ഈ അവളങ്ങ എന്ന് പറഞ്ഞാൽ ഈ പുഴ ഇതുവരെ വറ്റിയിട്ടില്ല. ഇങ്ങനെ ആദ്യമായിട്ടാണ്. ഇപ്രാവശ്യത്തെ ചൂട് അതികഠിനമായ ചൂടായതുകൊണ്ട് ഇങ്ങനെ പുഴ വറ്റി വരണ്ടു. പിന്നെ ഇവിടെ ജലനിധിയുണ്ട്. ജലനിധിയിൽ 2-3 പ്രാവശ്യം വെള്ളം അടിക്കും. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെള്ളം വറ്റിപ്പോകാൻ കാരണം മെയിനായിട്ട്. നല്ലോണം ജലനിധിയിൽ നല്ലോണം വെള്ളം അടിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറ്റിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം പറ്റി. അതെ, ഈ അവളങ്ങ എന്ന് പറഞ്ഞ ഈ സ്ഥലം ഇത്ര ഇങ്ങനെ ഈ പുഴ ഇങ്ങനെ ഈ കല്ല് ഇങ്ങനെ കാണത്തക്ക വിധത്തിൽ പുഴ പറ്റിയില്ല. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ പുഴ കാണുന്നത്. ഇനിയിപ്പോൾ ഇതേ മുതൽ 2 ആഴ്ച പോയി കഴിഞ്ഞാൽ ഇത് തീരെ വെള്ളം വരും. കുഴി തേച്ചും കാണുമല്ലേ? ഇത് ഫുള്ള് കാണും. കാരണം ഇത് ഭയങ്കര ആഴാണ്. ഇതിൻ്റെ അടി ഇതുവരെ 3 ദിവസം ഫയർ ഫോഴ്സ് വന്നിട്ട് ഇവിടുന്ന് ശവം എടുക്കാൻ വേണ്ടിയിട്ട് ബോഡി എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അത്രയും ഭയങ്കര താഴ്ച. അടി കാണാൻ തുടങ്ങിയില്ല. ഇപ്പം ഏകദേശം എന്നാലും അടി കാണില്ല. അടിയൊരു കിണർ പോലെയാണെന്ന് പറയപ്പെടുന്നത്. അടിയൊരു കിണറാണ്. താഴെ അപ്പുറത്തെ സൈഡിലും അടി കാണുന്നുണ്ട്. അവിടെയൊക്കെ കാണുന്നുണ്ട്, ആ സൈഡിലും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ആയിട്ട് ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവും. അതും ഈ തോലാണെങ്കിൽ അതും ഉണ്ടാവില്ല. തോലാണെങ്കിൽ അത്രയും ചൂടല്ലേ? അത്രയും ചൂടല്ലേ? പ്രശ്നം ചൂട് കൂടുതലാണ്. അതെ അതെ. ഇവര് ഇനി വെള്ളം അടിക്കുന്നുണ്ടോ? പിന്നെ പപ്പൻ്റെ നാട്ടുകാർക്ക് വെള്ളം വേണ്ടേ? നാട്ടുകാർക്ക് വെള്ളം വേണം. അതുകൊണ്ട് അതാണ് ഇങ്ങനെ ആയത്. മഴ പെയ്തില്ലേൽ നമ്മളെ കാര്യം പോക്കാതെ. കുളിക്കാൻ പോലും നമുക്ക് വെള്ളമില്ല. കുടിക്കാനുമില്ല, കുളിക്കാനുമില്ല, കുടിക്കാനുമില്ല, ഒന്നുമില്ല. ഇതിപ്പോൾ ആരും കുറ്റപ്പെടുത്താൻ പറ്റുന്നതല്ല, ചൂട് കൂടുതലാണ്. ഇപ്പം 2 മാസം വേണം മഴ പെയ്യണക്കാൻ. വെള്ളം പരമാവധി ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.